കുറച്ച് ദിവസം മുന്നേ പയ്യോളിക്കടുത്തുള്ള അയനിക്കാട് വഴി ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഒരു പ്ലോട്ടിൽ കുറച്ച് വർക്ക്സ് നടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ട് ഉള്ളിൽ കയറിയ കുറച്ച് സ്പെഷ്യാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഉള്ളിൽ കയറിയത്. ഇവിടെ ഒരു അറപ്പുര വരാൻ പോകാന്ന് കേട്ടോ. അറപ്പുര എന്നൊക്കെ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അതായത് 300 വർഷങ്ങൾ പഴക്കമുള്ള അറയും നിറയൊക്കെ ഉള്ള ഒരു മന അങ്ങ് കോട്ടയത്ത് നിന്നും തച്ചന്മാരെ കൊണ്ട് നമ്പർ ഇട്ടിട്ട് പൊളിച്ചു മാറ്റി ഇവിടെ കൊണ്ടുവന്നിട്ട് അതേപോലെ തന്നെ റീസെറ്റ് ചെയ്യാൻ പോവാണ്. മനേന്റെ മെഷർമെന്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തറ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും വർഷങ്ങൾ പഴക്കമുള്ള ഒരു അറപ്പുര നമ്മുടെ പയ്യോളിക്കടുത്ത് റീസെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മന വെറും പുനർനിർമ്മാണമെന്ന് പറയാൻ പറ്റൂല കേട്ടോ. ഒരു പൈതൃകത്തിന്റെ തന്നെ പുനർജനയാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഈ ഒരു മന നമ്പേഴ്സ് ഇട്ടിട്ടാണ് പൊളിച്ചു മാറ്റിയെന്ന്. ഇതാണ് കേട്ടോ ആ ഒരു നമ്പേഴ്സ്. അപ്പോൾ പൊളിച്ചിട്ടുള്ള ആൾക്ക് മാത്രമേ ഇത് റീസെറ്റ് ചെയ്യാനും പറ്റുള്ളൂ. പുതിയ രീതിയിലുള്ള യാതൊരു മെറ്റീരിയൽസും ഉപയോഗിക്കാതെ എല്ലാം തടിയിൽ തന്നെ ചെയ്തെടുക്കുന്ന അറപ്പുരയാണ് ഇത്. ഇത്രയും വർഷങ്ങൾ പഴക്കമുള്ള ആ ഒരു മനേൻ്റെ മച്ച്, അറ, പത്തായം, കിളിവാതില്, മുഖപ്പ്, കൊണ്ടൂരി വാതില്, ഇടനാഴി, ചുറ്റിലും വരാന്ത എല്ലാം തന്നെ അതേപോലെയാണ് ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യാതെ ആ ഒരു പഴയ മനേൻ്റെ പഴമയോടുകൂടെ തന്നെ ഇവിടെ റീസെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത്രയും വർഷം പഴക്കമുള്ള മനയെ അതിൻ്റെ ആത്മാവ് ചോരാതെ തച്ചുശാസ്ത്രത്തിന്റെ സൂക്ഷ്മതയോടുകൂടി നമ്മുടെ കോഴിക്കോട് പുനഃസ്ഥാപിക്കാൻ പോകുന്നത് ഒരു ചരിത്രം തന്നെയല്ലേ.